ഉത്തർപ്രദേശിലെ ഗോണ്ടയിൽ ട്രെയിൻ പാളം തെറ്റി. ചണ്ഡീഗഡ് ദിബ്രുഗഡ് എക്സ്പ്രസിന്റെ 10 കോച്ചുകൾ അധികം പാളം തെറ്റി. AC കോച്ചുകൾ സമീപത്തെ പാടത്തേക്ക് മറിഞ്ഞു. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. അർജുൻ, വലിയ അപകടമാണോ? എന്താണിപ്പോൾ വിവരങ്ങൾ പ്രാഥമികമായി ലഭിക്കുന്നത്? പ്രജീഷ്, വലിയ അപകടമാണ്. ദൃശ്യങ്ങൾ കാണുമ്പോൾ വലിയ അപകടമാണ് എന്നുള്ള കാര്യം തന്നെയാണ് നമുക്കിപ്പോൾ വ്യക്തമാക്കുന്നത്. അല്പസമയം മാത്രമേ ആയിട്ടുള്ളൂ. ചണ്ഡീഗഡിൽ നിന്നും അസമിലെ ദിബ്രുഗഡിലേക്ക് പോയ ട്രെയിനാണ് ഈ ഗോണ്ടയിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ മാറി മൻകാപൂർ ജംഗ്ഷൻ സമീപത്ത് ഈ ജില്ലാഹി എന്ന് പറയുന്ന മറ്റൊരു റെയിൽവേ സ്റ്റേഷനും ഇടയിലായിട്ട് ഇത്തരത്തിൽ പാളം തെറ്റിയിരിക്കുന്നത്. ഏകദേശം 10 മുതൽ 12 ബോഗികൾ വരെ പാളം തെറ്റി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതിൽ 4 AC കോച്ചുകളുടെ അവസ്ഥ കുറച്ച് പ്രശ്നമാണ്. പ്രത്യേകിച്ചും ആ 4 AC കോച്ചുകൾ സമീപത്തെ ഒരു പാടത്തിന്റെ ഭാഗത്തേക്ക് ഈ ട്രാക്ക് വിട്ട് പൂർണ്ണമായിട്ടും മറിഞ്ഞിട്ടുണ്ട്. അതിൽ ആൾക്കാരുകളെല്ലാം തന്നെ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുമ്പോഴും അതുപോലെ തന്നെ അവിടുത്തെ രക്ഷാപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വരുന്ന പ്രതികരണങ്ങൾ കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആദ്യം നിലവിൽ എന്തായാലും ഇപ്പോൾ അവിടെ എത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നത് സമീപത്ത് തന്നെയുള്ള നാട്ടുകാരാണ്. കൂടുതൽ രക്ഷാപ്രവർത്തനം NDRFന്റെ ടീമും അതുപോലെ തന്നെ ഈ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സംഘങ്ങളെയും ഇപ്പോൾ അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളുമായി ഡോക്ടർമാരുടെ വലിയ സംഘം അവിടേക്ക് എത്തുമെന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ വ്യക്തമായിട്ട് പറയാൻ സാധിക്കുക. നിലവിൽ എന്തായാലും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഈ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ അധികാരികളോട് ഈ അപകട സ്ഥലത്തേക്ക് പോയി കാര്യങ്ങൾ നേരിട്ട് വിലയിരുത്തി രക്ഷാപ്രവർത്തനത്തിന് അടക്കം ഒരു ഏകോപനം നൽകാൻ വേണ്ടിയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ദൃശ്യങ്ങൾ കാണുമ്പോൾ വലിയൊരു അപകടമായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ എന്താണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് ട്രെയിൻ പാളം തെറ്റാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം ഒരു അവ്യക്തതയെ തുടർന്നു. മാത്രമല്ല എത്ര പേർക്ക് പരുക്കുണ്ട്, ആൾനാശം എത്രയെന്നുള്ള കാര്യത്തിലും ഒരു സ്ഥിരീകരണം, ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. പ്രത്യേകിച്ചും രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമായിരിക്കുള്ളൂ മറ്റ് ഈ ആളുകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ സംബന്ധിച്ച് അടക്കം ഒരു വ്യക്തത എന്തായാലും ഈ സമയത്ത് പറയാൻ വേണ്ടി സാധിക്കുക. എന്തായാലും ചണ്ഡീഗഡിൽ നിന്നും അസമിലെ ദിബ്രുഗഡിലേക്ക് പോയ ട്രെയിനാണ് ഗോണ്ടയിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ മാറി ജില്ലാഹി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ച് പാളം തെറ്റിയിരിക്കുന്നത്. 10 മുതൽ 12 ബോഗികൾ വരെ പാളം തെറ്റിയിരിക്കുന്നു. അതിൽ 4 AC കോച്ചുകളാണ് പാളത്തിൽ നിന്നും പൂർണ്ണമായി മറിഞ്ഞ് അടുത്തുള്ള ഭാഗത്തേക്ക് മറിഞ്ഞു പോയിരിക്കുന്നത്. അതിനകത്ത് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അടുത്തുള്ള നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ആണ് ഈ രക്ഷാപ്രവർത്തനത്തിന് മുൻപന്തിയുള്ളത്. കൂടുതൽ NDRFന്റെ സംഘം വരുന്നുണ്ട്. കൂടുതൽ മെഡിക്കൽ സംഘം ഈ പ്രദേശത്തേക്ക് എത്തുന്നുണ്ട്. പെട്ടെന്ന് ആളുകൾ, അത് പ്രത്യേകിച്ചും മറ്റ് ബോഗികളിൽ നിന്ന് അടക്കം, ഈ പാളം തെറ്റിയ ബോഗികളിൽ നിന്ന് അടക്കം ആളുകൾ പുറത്തേക്ക് ഓടി വരുന്ന ദൃശ്യങ്ങളടക്കം നിലവിൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ആളുകളും അപകടത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള വ്യക്തതകൾ അല്ലെങ്കിൽ വിശദീകരണവും സ്ഥിരീകരണവും എല്ലാം വരും മണിക്കൂറുകളിലായിരിക്കും എന്തായാലും ഇപ്പോൾ വരിക. എന്തായാലും രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ വേണ്ടി അധികാരികൾക്കും നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. അർജുൻ, കാഞ്ചൻജംഗ ബാലസോർ അപകടങ്ങളൊക്കെ ഉണ്ടായി നമ്മൾ കുറേ സമയം കഴിഞ്ഞിട്ടാണ് വലിയ ഒരുപാട് ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെയൊക്കെ തന്നെ ഡീറ്റെയിൽസ് വരുന്നത്. അത് സ്വാഭാവികമാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ക്രോഡീകരിക്കും. ഈ പാളം തെറ്റൽ ഇപ്പോൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ, ഇനിയുള്ള നിമിഷങ്ങളിൽ മറ്റെന്തെങ്കിലും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ദുരന്തം പോലെ അത് മാറുമോ? എത്ര പേര് ഈ ട്രെയിനകത്തുണ്ടായിരുന്നു? രക്ഷാപ്രവർത്തനത്തിന് പറ്റിയ പരുവപ്പെട്ട ഒരിടത്താണോ ഈ ട്രെയിൻ പാളം തെറ്റിൽ ഉണ്ടായിരിക്കുന്നത്? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? പ്രജീഷ്, നിലവിൽ ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനും അതുപോലെ തന്നെ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നിലവിലില്ല. അത് എത്രയും പെട്ടെന്ന് തന്നെ ആക്കാൻ സാധിക്കും. മാത്രമല്ല ഈ ഗോണ്ടയിൽ നിന്ന് 30 കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ അപകട സ്ഥലം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ജില്ലാഹി അതുപോലെ തന്നെ മംഗാപൂർ എന്നുള്ള റെയിൽവേ സ്റ്റേഷനുകൾക്ക്, പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളാണ്, അതിന് ഇടയിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും അധിക സമയം ആവില്ല രക്ഷാപ്രവർത്തകർക്കും, പ്രത്യേകിച്ചും NDRF അടക്കമുള്ള സംഘങ്ങൾക്കും അതുപോലെ തന്നെ മെഡിക്കൽ സംഘങ്ങൾക്കും അവിടേക്ക് എത്താനായിട്ട് ഇതിനോടകം അല്പം നിമിഷങ്ങൾക്കകം തന്നെ ആംബുലൻസ് അടക്കമുള്ള വലിയ സംഘം അവിടേക്ക് എത്തും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. നിലവിൽ ഒരു പ്രശ്നമോ ഒന്നും തന്നെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിലോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ നിലവിലില്ല. പ്രത്യേകിച്ചും ആംബുലൻസുകൾ അടക്കം ആ ഭാഗത്തേക്ക്, ഈ അപകടം നടന്ന ഭാഗത്തേക്ക് എത്താൻ പരുവപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയാണ്. റോഡുകളും എല്ലാം തന്നെ മാർഗങ്ങളും അവിടേക്കുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി വേഗത്തിലാക്കാൻ സാധിക്കും അവിടെ എന്നുള്ള കാര്യം തന്നെയാണ് ആ ഒരു അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വലിയ അപകടങ്ങളോ അല്ലെങ്കിൽ മാറാതിരിക്കട്ടെ, മറ്റ് ആളപായമൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉത്തർപ്രദേശിലെ ഗോണ്ടയിലാണ് ട്രെയിൻ പാളം തെറ്റിയിരിക്കുന്നത്. ചണ്ഡീഗഡ് ദിബ്രുഗഡ് എക്സ്പ്രസിന്റെ 10 കോച്ചുകളിലധികം പാളം തെറ്റി എന്നാണ് അറിയാൻ കഴിയുന്നത്. രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്.